നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. നിർണായക നീക്കവുമായി BJP 2020 NDAയിലേക്ക് വാർത്താ സമ്മേളനം നടത്തി രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബും. നാളെ നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. 2020യെ നശിപ്പിക്കാൻ ഇടതു വലതു മുന്നണികൾ ഒന്നിച്ചുവെന്ന് സാബു ജേക്കബ്. ഈ സന്ദർഭത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സ്വർണം കെട്ടത് ആരാണ്? കോൺഗ്രസ് ആണ് അയ്യപ്പ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഭരണ പ്രതിപക്ഷ പ്രതിഷേധം. സഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന് VD സതീശൻ. ചർച്ചയ്ക്ക് പ്രതിപക്ഷത്തിന് ഭയമെന്ന് മന്ത്രി MB രാജേഷിന്റെ പരിഹാസം. സഭ ചൊവ്വാഴ്ച ചേരും. യൂത്ത് കോൺഗ്രസിന്റെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ N വാസുവിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. ദേവസ്വം കമ്മീഷണർ പദവിയിലിരുന്ന് ദൈവത്തെപ്പോലും കൊള്ളയടിച്ചില്ലേ എന്ന് കോടതി. ജാമ്യ ഹർജി തള്ളി. ശബരിമലയിൽ പഴയ കൊടിമരം മാറ്റി സ്ഥാപിച്ചത് ദേവപ്രശ്ന വിധി പ്രകാരമെന്ന ദേവപ്രശ്ന ചാർട്ട് പുറത്ത്. സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിയുടെ മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് റിപ്പോർട്ട്. നിരവധി തവണ പോറ്റിയെ കണ്ടിട്ടുണ്ടെന്നും വീട്ടിൽ പോയത് ഒരു തവണ മാത്രമെന്നും കടകംപള്ളി സുരേന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഉഭയകക്ഷി ചർച്ചകൾ തുടങ്ങി UDF. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കേണ്ട എന്ന നിലപാടിൽ ലീഗും കേരള കോൺഗ്രസും. ലീഗ് 25 സീറ്റിലും കേരള കോൺഗ്രസ് 10 സീറ്റിലും മത്സരിക്കും. സീറ്റുകൾ വച്ചുമാറാനുള്ള നീക്കം സജീവം. ലീഗിന്റെ തിരുവമ്പാടി, ഗുരുവായൂർ സീറ്റുകളും കേരള കോൺഗ്രസിന്റെ ഏറ്റുമാനൂർ, ഇടുക്കി സീറ്റുകളും ചർച്ചയിൽ. ജോസ് കെ മാണി കൊച്ചി ലത്തീൻ രൂപത ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുവിൽ സൈനിക വാഹനം അപകടത്തിൽപ്പെട്ടു. 10 സൈനികർക്ക് വീരമൃത്യു. അപകടം ദോഡ ജില്ലയിലെ 200 അടിയോളം താഴ്ചയുള്ള കൊക്കയിലേക്ക് വീണ്. മറിഞ്ഞത് ബുള്ളറ്റ് പ്രൂഫ് വാഹനം. ബംഗ്ലാദേശ് T20 ലോകകപ്പിൽ കളിക്കില്ല. തീരുമാനം ബംഗ്ലാദേശിന്റെ മത്സരം ഇന്ത്യക്ക് പുറത്തേക്ക് മാറ്റണമെന്ന ആവശ്യം ICC തള്ളിയ സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് പകരം സ്കോട്ട്ലൻഡ് കളിക്കും. കേരള രാഷ്ട്രീയത്തിൽ വമ്പൻ നീക്കവുമായി BJP 2020 NDA. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും 2020 പാർട്ടി അധ്യക്ഷൻ സാബു M ജേക്കബും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർണായക തീരുമാനമുണ്ടായത്. 2020 NDAയുടെ ഭാഗമാകുന്നുവെന്നും സന്തോഷത്തിന്റെ ദിവസമെന്നും പിന്നീട് സാബു M ജേക്കബുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മോദിയുടെ വരവിന് മുൻപ് BJPയുടെ സർപ്രൈസാണിതെന്നും മോദിക്കൊപ്പം സാബു നാളെ വേദിയിലെത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജീവിതത്തിലെ നിർണായക തീരുമാനമെന്നും ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമെന്നും സാബു M ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. 2020യെ ഉന്മൂലനം ചെയ്യാൻ ഇടതും വലതും ഒന്നിച്ചുവെന്നും ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചവർക്കുള്ള മറുപടിയാണ് പുതിയ തീരുമാനമെന്നും സാബു M ജേക്കബ് പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ 2020 സാബുജിയും ഒഫീഷ്യലായിട്ട് PMന്റെ പ്രസൻസിൽ NDAന്റെ ഭാഗമാവും. വിവാദങ്ങളുടെ പൊളിറ്റിക്കൽ കൾച്ചർ, രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ നാടിനെ എത്ര കൊല്ലമായി ബാധിക്കുന്നു. ആ മാറ്റം കൊണ്ടുവരാൻ NDA മാത്രമേ ഒരു മുന്നണി ഈ വികസിത കേരളത്തിന്റെ കാഴ്ചപ്പാട് മുമ്പോട്ട് വയ്ക്കുന്ന ഒരു മുന്നണി ആണെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കി. അപ്പോൾ 2020 എന്ന പാർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചു കാലമായിട്ട് 2016 മുതൽ വികസനം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അതിൻ്റെ അപ്പുറം സാബുജി ഈ നാട്ടിൽ ഒരു വളരെ ജോബ് ക്രിയേറ്റർ ആയ ഒരു ഓൺട്രപ്രണറുമാണ്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡും അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആക്യുമെനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനമുണ്ട്. മലയാളിയായ എനിക്ക് അഭിമാനമുണ്ട്. ഞങ്ങളെ ഇല്ലാതെയാക്കണമെന്ന് വിചാരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഈ കേരളത്തെ മാറ്റിയെടുക്കുമെന്ന് കാട്ടിക്കൊടുക്കണം. അതിന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ഒരു സംഗതിയാണ് NDAയോടൊപ്പം, മോഡി സർക്കാരിനോടൊപ്പം, അവരുടെ വികസന കാഴ്ചപ്പാടിനോടൊപ്പം ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കാനുണ്ടായത്. ഞാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. ഈ കേരളത്തിൽ
ഇന്നത്തെ സാഹചര്യത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേരളം എന്നൊരു സംസ്ഥാനം തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാൻ സാധിക്കില്ല. നമ്മുടെ യുവാക്കളായിട്ടുള്ള ആളുകളായിക്കോട്ടെ, നമ്മുടെ കുട്ടികളായിക്കോട്ടെ നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിന് നമുക്ക് മാറ്റം വരണം. ആ മാറ്റം വരണമെങ്കിൽ നമ്മുടെ പഴയ കേരളത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടാണ് NDAയുടെ കൂടെ ചേർന്ന് ഇതോടൊപ്പം ആ വികസന കാഴ്ചപ്പാടോടൊപ്പം വികസിത കേരളം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. 2020യുടെ കടന്നുവരവിലൂടെ NDAയുടെ സ്വാധീനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തമാകുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അമൃത വാർത്തകളോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക ഏറ്റവും നിർണായകമായ ഒരു ചുവടുവയ്പ്പിലേക്കാണ് ഇപ്പോൾ NDA മാറിയിരിക്കുന്നത്. NDA 2020 സാബു ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള 2020 അപ്രതീക്ഷിതമായി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഒരു വിസ്മയം തന്നെ NDA ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ശരിക്കും ഒരു വിസ്മയം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിസ്മയമല്ല, അവിടെയല്ല സംഭവിച്ചിരിക്കുന്നത്. ആ വിസ്മയം ശരിക്കും NDAയിലാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അല്ല, അത് നോക്കൂ, ഇത് ആരെങ്കിലും കൃത്യമായി പഠിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. കേരളത്തിൽ മാറ്റം തുടങ്ങി, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ മാറ്റം തുടങ്ങി. ആ മാറ്റം ഇനി തുടരും. ആ മാറ്റം ഇനി അതിൻ്റെ സ്പീഡും അതിൻ്റെ ആക്സലറേഷനെല്ലാം ഇനി കൂടുതലാവും. ഇതാണ് സത്യം. ഇത് ചെയ്യുന്നത് ഞങ്ങളല്ല, ജനങ്ങളാണ് ചെയ്യുന്നത്. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇവരുടെ ഈ രണ്ട് പാർട്ടിയും LDFും UDFിൻ്റെ അഴിമതിയും ശബരിമല കൊള്ളയും അവരെ വിവാദ രാഷ്ട്രീയം മടുത്തു. ജനങ്ങളെ നശിപ്പിക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരാഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ്. ആ മാറ്റം ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കൃത്യമായി ആ മെസ്സേജ് ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ മാറ്റം, ഞാൻ പറഞ്ഞ മാറ്റം, ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം തുടരും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് 2020 NDAൻ്റെ ഭാഗമായത്. ഈ 2020 പൊതുവെ മലയാളികൾ, കേരളം പൊതുവെ വലിയൊരു സ്വീകാര്യതയാണ്. കാരണം സാധാരണ ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ, അത് ഈ കിഴക്കമ്പലമോ അല്ലെങ്കിൽ എറണാകുളമോ ചുറ്റിപ്പറ്റിയല്ല, കേരളത്തിൽ പൊതുവെ വലിയൊരു സ്വീകാര്യതയുള്ളതാണ്. അങ്ങനെ സ്വീകാര്യതയുള്ള 2020 ഈ സമയത്ത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ NDAയുടെ ഒരു ഘടകകക്ഷിയായി മാറുമ്പോൾ അത് കൃത്യമായൊരു നീക്കമാണ്. അത് വലിയൊരു തന്ത്രം അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണ് ഇവിടെ നടത്തുന്നത്. ഒരു സ്ട്രാറ്റജി ഒന്നുമല്ല. ഞാൻ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമാണ്, ആത്മാർത്ഥമായി വികസനത്തെക്കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി അത് പ്രവർത്തിക്കാൻ തയ്യാറാണ്, ചെയ്യണം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പിന്തുണ കിട്ടുന്നു. അതുപോലെ തന്നെ 2020 ഒരു വലിയൊരു സിൻസിയർ പാർട്ടിയാണ്. എത്രയോ കൊല്ലമായി അവർ LDFനും UDFിൻ്റെ വിവാദ രാഷ്ട്രീയത്തിന് ഫൈറ്റ് ചെയ്ത പാർട്ടിയാണ്. അവർ വികസനത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. അവർ ഞങ്ങളൊപ്പം ചേരുമ്പോൾ അവർക്ക് ഒരു കൃത്യമായൊരു മെസ്സേജ് അവരും കൊടുക്കുന്നു, ഞങ്ങൾക്കും കിട്ടുന്നു. ഈ വികസന രാഷ്ട്രീയം, വികസിത കേരളം എന്ന ലക്ഷ്യം ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, കിട്ടാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയക്കാരന് ആ വികസന കാഴ്ചപ്പാടിൻ്റെ പിന്തുണ കിട്ടും. കഴിഞ്ഞ 3 ദിവസം മുമ്പേ S രാജേന്ദ്രൻ ജി NDAയിൽ ജോയിൻ ചെയ്തു, പാർട്ടിയിൽ ജോയിൻ ചെയ്തു. അതെല്ലാം എന്തുകൊണ്ട്? അതൊരു തന്ത്രമൊന്നുമല്ല, അത് ഞങ്ങൾ ചെയ്യുന്നതും കാര്യങ്ങളും ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടിൻ്റെ ഒരു സപ്പോർട്ടായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാനാണ് അവർ വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു വികസിത കേരളം എന്നൊരു കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞ വാക്ക് പാലിക്കാൻ പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്തെത്തുകയാണ്. കോർപ്പറേഷൻ സ്വന്തമാക്കിയ ചരിത്ര വിജയം ആഘോഷിക്കും. തിരുവനന്തപുരത്തിന്റെ വികസന രൂപരേഖയും പുറത്തിറക്കും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. മറ്റെന്തൊക്കെയുണ്ടാകും? കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം നിവാസികളും രാഷ്ട്രീയ കേരളവും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നേടിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമെന്നായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഭരണം പിടിച്ചതിന് പിന്നാലെ വാക്കുപാലിച്ചെത്തുന്ന മോദിയുടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ തലസ്ഥാനത്തുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രിയെ വൻ റോഡ് ഷോ ഒരുക്കി സ്വീകരിക്കുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി പുറത്തിറക്കുന്നതാകും ഏറ്റവും ശ്രദ്ധേയം. കേരളത്തിൽ നിന്നുള്ള അമൃത് ഭാരത് റെയിൽ സർവീസ് അന്നേ ദിവസം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തലസ്ഥാനത്ത് പുതിയ കേന്ദ്ര പദ്ധതികൾ, സ്മാർട്ട് സിറ്റിയുടെ അടുത്ത ഘട്ടം, മാലിന്യ സംസ്കരണത്തിനുള്ള ബൃഹത് സംരംഭം, വിഴിഞ്ഞം തുറമുഖം കണക്ട് ചെയ്തുള്ള വികസന കോറിഡോർ അടക്കം പ്ലാനിലുണ്ടെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മഹാമാഘ മഹോത്സവത്തിനായി ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനമായ തിരുമൂർത്തി മലയിൽ നിന്ന് ആരംഭിച്ച രഥയാത്ര തിരുനാവായയിലെത്തുന്നു.
മഹാമേരു ശ്രീചക്ര പ്രതിഷ്ഠയുള്ള രഥയാത്രയ്ക്ക് വൻ സ്വീകരണമാണ് നൽകുന്നത്. മറ്റു വാർത്തകൾ കണ്ട ശേഷം മാഘ മഹോത്സവത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായി അറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളി. ദേവസ്വം കമ്മീഷണർ എന്ന സുപ്രധാന സ്ഥാനത്തിരുന്ന് ദൈവത്തെപ്പോലും കൊള്ളയടിച്ചില്ലേ എന്ന് സുപ്രീം കോടതി വിമർശിച്ചു. സ്വർണ്ണപ്പാളികൾ വീണ്ടും സ്വർണം പൂശിയത് എന്തിന് എന്നതടക്കമുള്ള ചോദ്യങ്ങളും കോടതി ചോദിച്ചു. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് എൻ വാസു സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അന്വേഷണത്തിലെ പ്രധാന നടപടികളും തെളിവ് ശേഖരണവും ഉൾപ്പെടെ പൂർത്തിയായതിനാൽ ഇനി തന്റെ കസ്റ്റഡി അനിവാര്യമല്ലെന്നായിരുന്നു എൻ വാസുവിന്റെ പ്രധാന വാദം. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്ന അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത് അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ തള്ളിയത്.
ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. എന്നാൽ കൊള്ള നടക്കുന്ന സമയത്ത് താൻ കമ്മീഷണർ മാത്രമായിരുന്നു എന്നായിരുന്നു വാസുവിന്റെ വാദം. എന്നാൽ കവർച്ച സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിലുള്ള ആൾ ഈ വിധമാണ് പെരുമാറേണ്ടത് എന്ന് കോടതി ചോദിച്ചു. SIT N വാസുവിന്റെ ജാമ്യാപേക്ഷ എതിർത്തല്ലോ എന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി കേസിൽ കോടതി ഇടപെടുന്നില്ലെന്ന് അറിയിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ തള്ളിയത്. 72 ദിവസമായി ജയിലിൽ കഴിയുകയാണ് N വാസു. അതേസമയം ജാമ്യത്തിനായി വാസുവിന് കീഴ്ക്കോടതികളെ സമീപിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. N വാസുവിനായി സീനിയർ അഭിഭാഷകൻ ഷാജി P ചാലിയാണ് ഹാജരായത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജിയിൽ വിധി നാളെ. കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. കട്ടളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലും മുരാരി ബാബു അറസ്റ്റിലായി. 90 ദിവസം കഴിഞ്ഞിട്ടും SIT ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യ ഹർജി സമർപ്പിച്ചത്. ജാമ്യം ലഭിച്ചാൽ മുരാരി ബാബു ജയിൽ മോചിതനാകും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരെ ഒരു ദിവസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തന്ത്രിയെ കസ്റ്റഡിയിൽ വേണമെന്ന SITയുടെ അപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ നടപടി. തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി ഈ മാസം 28-ന് പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത പുറത്തുവരുന്നതുവരെ പോറ്റിയെ താൻ കാണുന്നത് കളങ്കമില്ലാത്ത മനുഷ്യൻ എന്ന നിലയിലെന്ന് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. നിരവധി തവണ പോറ്റിയെ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ വീട്ടിൽ പോയത് ഒരു തവണ മാത്രമെന്നും കടകംപള്ളി പറഞ്ഞു. അക്കാലത്തെ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും എനിക്കെതിരെ വരുന്ന ആക്രമണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതുപോലെ ദേവസ്വം മന്ത്രിക്ക് ക്ഷേത്രങ്ങളിലെ അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു പങ്കുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ സ്വകാര്യമായിട്ട് പോയിട്ടുള്ളതല്ല, രഹസ്യമായിട്ട് പോയിട്ടുള്ളതല്ല. ഞാൻ മന്ത്രി എന്നുള്ള നിലയിൽ മന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിൽ എൻ്റെ ഗൺമാനോടൊപ്പം പോയിട്ടുള്ളതാണ്. എനിക്ക് ആ സന്ദർഭത്തിൽ 3 ഗൺമാന്മാരുണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭ സ്തംഭിപ്പിച്ചു പ്രതിപക്ഷം. പ്ലക്കാർഡും ബാനറുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ വിഷയം നേരിട്ട് അവതരിപ്പിച്ചു. ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്നത് ഭീരുത്വമെന്ന് ഭരണപക്ഷം വിമർശിച്ചു. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്ന് മന്ത്രി V ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. സ്വർണം കട്ടതാരപ്പ എന്ന പാരഡി ഗാനം ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം പാടി. ചരമോപചാരത്തിന് ശേഷം നടപടിക്രമങ്ങളിലേക്ക് കടന്നപ്പോൾ തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തു വന്നു. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാതെ ദേവസ്വം മന്ത്രിയുടെ രാജി ഉൾപ്പെടെ വിഷയം നേരിട്ടുന്നയിക്കുകയായിരുന്നു പ്രതിപക്ഷം. എന്നാൽ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകാമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം തയ്യാറായില്ല. 2024-25 കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. സാർ, ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കണ്ടത് സഭാതലം പ്രക്ഷുബ്ധമാവുന്ന രംഗങ്ങൾ. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. രൂക്ഷമായ വാക്പോരായി. ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക. സഭയിൽ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന്റെ ഭീരുത്വമാണ് വെളിവാകുന്നതെന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. പോറ്റിയെ കയറ്റിയത് ആരെന്ന് അടൂർ പ്രകാശിനോട് ചോദിക്കണമെന്ന് മന്ത്രി MB രാജേഷ്. അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുമെന്ന ഭയമാണ്. ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് വെള്ളിലേക്ക് ഇറക്കിയിട്ടുള്ളത്, പ്ലക്കാർഡുമായിട്ട് നാടകത്തിന് ഇറക്കിയിട്ടുള്ളത്. ഇത് ഈ നാട് മുഴുവൻ കാണും. ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ റൂൾ 50 പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത്. സ്വർണം കട്ടത് ആരപ്പ പാരഡി ഗാനം പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുപക്ഷവും പാടി. സ്വർണം കട്ടത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ, ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ. പ്രതിപക്ഷത്തിന് സഭ നടക്കാതിരിക്കണമെന്നാണ് ആവശ്യമെന്നും നാളത്തെ നടപടിക്രമങ്ങൾ മാറ്റിവെച്ച് സഭ പിരിയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തുടർന്ന് സഭ ചൊവ്വാഴ്ചത്തേക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു. പിന്നെ കണ്ടത് നാടകീയ രംഗങ്ങൾ. പ്രതിപക്ഷത്തിന് ഭീരുത്വമെന്നാരോപിച്ച് ഭരണപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യങ്ങളുമായി പുറത്തേക്കിറങ്ങി. പ്രതിപക്ഷവും പ്ലക്കാർഡുകളുമായി സഭയ്ക്ക് പുറത്തിറങ്ങി പ്രതിഷേധിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസിനു നേരെ നിരന്തരം കല്ലേറുണ്ടായതോടെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു. കണ്ണീർവാതക പ്രയോഗത്തിൽ ഒട്ടേറെ പ്രവർത്തകർക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. ഇവരെ ആംബുലൻസുകളിലും പോലീസ് വാഹനത്തിലും ആശുപത്രിയിലേക്ക് മാറ്റി. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടന്ന മാർച്ചിൽ മുഖ്യമന്ത്രിയുടെ കോലവും കത്തിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് OJ ജനീഷ്, അബിൻ വർക്കി എന്നിവരുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. അന്തിമ സമര പോരാട്ടങ്ങളുടെ തുടക്കമാണിതെന്നും നാടിനെ വർഗീയതയിലേക്ക് നയിക്കുന്ന കാലന്റെ വാക്കുകളാണ് ബാലന്റേതെന്നും OJ ജനീഷ് പറഞ്ഞു. ആ മന്ത്രിമാരെയും വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ നിയമസഭാ സമ്മേളനം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സജി ചെറിയാൻ അടക്കമുള്ള മന്ത്രിമാർ ഇത്തരത്തിൽ വർഗീയ പരാമർശം നടത്തുന്നവർ അവർ രാജിവെച്ച് ഒഴിയുക തന്നെ വേണമെന്നാണ് യൂത്ത് കോൺഗ്രസിനോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ സംസ്ഥാനം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തണമെന്നും അവരെ അറസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞ മന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി ഷാഫി പറമ്പിൽ MP. ഫോട്ടോ കണ്ടതിന്റെ പേരിലാണെങ്കിൽ പിണറായി വിജയന്റെ വീട്ടിലാണ് ആദ്യം റെയ്ഡ് നടത്തേണ്ടതെന്ന് ഷാഫി പറമ്പിൽ കോഴിക്കോട് പറഞ്ഞു. ഇന്നൊരു മന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് പറയാ സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്നുള്ളൊരു മന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് അവിടെ പ്രസംഗിക്കുക. അങ്ങനെ ഇനി ഫോട്ടോ കണ്ടതിന്റെ പേരിലാണെങ്കിൽ പിണറായി വിജയന്റെ വീട് അങ്ങ് റെയ്ഡ് ചെയ്തോട്ടെ, എളുപ്പമുണ്ടല്ലോ, അത്ര ദൂരെ പോകാൻ വേണ്ടി കാത്തുക്കണ്ടല്ലോ. ഫോട്ടോ ഒപ്പം കണ്ടതിന്റെ പേരിലാണെങ്കിൽ ഫോട്ടോ ഉള്ളതിന്റെ പേരിലല്ല കോൺഗ്രസ് ഇത് പറയുന്നത്. ഈ കൊള്ളയിലെ ഇൻവോൾവ്മെന്റിന്റെ പേരിലാണ്, അതിന്റെ പങ്കാളിത്തത്തിന്റെ പേരിലാണ് മുൻ മന്ത്രിക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും ഇതിന് മുമ്പത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്ന് കോൺഗ്രസ് ഇവിടെ പറയുന്നത്, UDF ഇവിടെ പറയുന്നത്. UDF-ൽ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചു. കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കേണ്ട എന്നാണ് മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും തീരുമാനം. ലീഗ് 25 സീറ്റിലും കേരള കോൺഗ്രസ് 10 സീറ്റിലും മത്സരിക്കും. അതേസമയം സീറ്റുകൾ വച്ചുമാറണമെന്ന ആവശ്യം ചർച്ചകളിൽ സജീവമാണ്. ലീഗിന്റെ തിരുവമ്പാടി, ഗുരുവായൂർ സീറ്റുകളും കേരള കോൺഗ്രസിന്റെ ഏറ്റുമാനൂർ, ഇടുക്കി സീറ്റുകളും ചർച്ചയിലുണ്ട്. ലത്തീൻ സഭയുമായി അനുനയ നീക്കം നടത്തി ജോസ് കെ മാണി. കൊച്ചി രൂപത ആസ്ഥാനത്തെത്തി ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല എന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ജോസ് കെ മാണി കൊച്ചി രൂപത ആസ്ഥാനത്തെത്തി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തിയത്. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. പ്രഭാത ഭക്ഷണം കൂടി കഴിച്ചാണ് ജോസ് കെ മാണി മടങ്ങിയത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, ഭിന്നശേഷി അധ്യാപക നിയമനം, വന്യജീവി ആക്രമണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്രൈസ്തവ സഭകൾ ആശങ്കകൾ അറിയിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം ഇന്ന് ചർച്ചയായെന്നാണ് സൂചന. എന്നാൽ രാഷ്ട്രീയം ചർച്ചയായിട്ടില്ലെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു. ഇവിടെ ഞാൻ വന്നത് പ്രധാനമായും പിതാവിൻ്റെ സ്ഥാനാരോപണവുമായി ബന്ധപ്പെട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരു സ്വകാര്യ വിസിറ്റ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പോകും, കാണും. അതുമായിട്ട് അതോ ഈ പറഞ്ഞ രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ മധ്യ കേരള യാത്രയിൽ ഞാനായിരിക്കും അതിനകത്ത് ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ അത് ലീഡ് ചെയ്ത് പോകുന്നത്. കേരള കോൺഗ്രസ് M UDF-ലേക്ക് പോകുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾക്ക് പിന്നാലെ അതിന് സഭകൾ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ LDF പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു ജോസ് കെ മാണിയുടെ നിലപാട്. LDF വിടാത്തതിന്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്താനും സർക്കാരുമായി സഭയ്ക്കുള്ള അതൃപ്തി നീക്കാനും ജോസ് കെ മാണി ശ്രമിക്കുന്നുവെന്നാണ് സൂചന. അതേസമയം രാഷ്ട്രീയ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് ബിഷപ്പ് പ്രതികരിച്ചു. അദ്ദേഹത്തിന് എനിക്കും സമയം കിട്ടിയില്ല ഒരുമിച്ച് കാണാനായിട്ടുള്ള, എൻ്റെ കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ ശ്രമിച്ചു. അപ്പോൾ ഞാനിവിടെ എബ്രോഡായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു വിസിറ്റ് നടത്തി, അത്രേ ഉള്ളൂ. രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ സംസാരിച്ചില്ല. മധ്യ കേരളത്തിൽ സഭാ വോട്ടുകൾ കേരള കോൺഗ്രസ് M-ന് നിർണായകമാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തിരക്കിട്ട ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കേരള കോൺഗ്രസ് M ജില്ലാതല സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മുന്നണി മാറ്റം ഉണ്ടാകാത്തതിൽ വിമർശനമുയർന്നുവെന്ന പ്രചാരണങ്ങളെ തള്ളി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു. LDF-ന്റെ മധ്യമേഖലാ ജാഥ, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം തുടങ്ങിയ വിഷയങ്ങളിൽ മാത്രമാണ് ചർച്ചകൾ നടന്നത്. കേരള കോൺഗ്രസ് M-നെയും ഇടതുമുന്നണിയെയും ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് പാർട്ടിക്കെതിരെ നടത്തുന്ന പ്രചരണങ്ങളും വാർത്തകളുമെന്ന് ലോപ്പസ് മാത്യു പറഞ്ഞു. കേരള കോൺഗ്രസ് M LDF വിടാതിരുന്നതിനെതിരെ ഇന്നലെ നടന്ന കോട്ടയം ജില്ലാ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വിമർശനമുയർന്നതായി ഇന്നും വാർത്തകൾ പുറത്തുവന്നതിനെ തുടർന്നാണ് വിശദീകരണവുമായി ജില്ലാ പ്രസിഡന്റ് രംഗത്തെത്തിയത്. കേരള കോൺഗ്രസ് ഇടതുമുന്നണി വിടണമായിരുന്നുവെന്നും UDF-ലേക്ക് ചേക്കേറാനുള്ള അവസരം നേതാക്കൾ നഷ്ടപ്പെടുത്തിയെന്നും വിമർശനം ഉയർന്നതായാണ് വാർത്തകൾ വന്നത്. എന്നാൽ അത്തരം ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ജോസ് കെ മാണി ക്യാപ്റ്റനായുള്ള LDF മധ്യമേഖലാ ജാഥയുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ചും KM മാണിയുടെ ജന്മദിനമായ ജനുവരി 30 കാരുണ്യ ദിനമായി ആചരിക്കുന്നത് സംബന്ധിച്ച് മാത്രമാണ് ചർച്ചകൾ ഉണ്ടായിട്ടുള്ളതെന്നും ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു. കേരള കോൺഗ്രസും ഇടതുപക്ഷ മുന്നണി വിട്ട് UDF-ൽ ചേക്കേറണമെന്ന ചർച്ച
ഇന്നലെ കോട്ടയത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായി എന്ന് പറയുന്ന വാർത്ത പച്ച നുണയാണ്. അങ്ങനെ ഒരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. ചർച്ച ഉണ്ടായത് ശ്രീമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ വിജയിപ്പിക്കാൻ സംബന്ധിച്ച് മാത്രമാണ്. അങ്ങനെ നടന്ന കാര്യത്തിൽ നേരെ വിപരീതമായി മുന്നണി മാറ്റ ചർച്ച ഉണ്ടായി എന്ന് പറയുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതവും സത്യവിരുദ്ധവുമാണ്. ഇതിന് ഘടകവിരുദ്ധമായി വീണ്ടും മുന്നണി മാറ്റ ചർച്ചകളുമായി വരുന്ന ചില ദുഷ്ട ലാക്കോടെ ചെയ്യുന്ന കാര്യമാണ്. അത് പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും അതിൻ്റെ ശേഷി കുറയ്ക്കാനുള്ള നടപടിയായിട്ടാണ് കാണേണ്ടി വരുന്നത്. കേരള കോൺഗ്രസ് എമ്മിനെതിരെ തുടർച്ചയായി അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് പാർട്ടിയെയും മുന്നണിയെയും ദുർബലപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ മുന്നണി മാറ്റ വിവാദം പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയെന്നും ചില മാധ്യമങ്ങളാണ് അത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്നും ഇന്നലെ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി വിലയിരുത്തി. അതോടൊപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസും വിജയം പ്രതീക്ഷിച്ചിരുന്ന ചില സ്ഥലങ്ങളിൽ LDFിലെ ചില ഘടകകക്ഷികളുടെ വോട്ട് കുറഞ്ഞതായും ഇതുമൂലം കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടുവെന്നും യോഗം വിലയിരുത്തി. അമൃത ന്യൂസ്, കോട്ടയം. ജമ്മുവിലെ ദോഡ ജില്ലയിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 10 സൈനികർക്ക് വീരമൃത്യു. ഖനി എന്ന സ്ഥലത്ത് വെച്ച് സൈനിക വാഹനം 200 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. 17 സൈനികരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. പരിക്കേറ്റ സൈനികരെ ഉധംപൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഉയർന്ന പ്രദേശങ്ങളിലേക്കുള്ള ഡ്യൂട്ടി മാറ്റത്തിന്റെ ഭാഗമായി പോവുകയായിരുന്നു സൈനികർ. ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് സൂചന. ലൈംഗികാരോപണത്തെ തുടർന്ന് കോഴിക്കോട് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ റിമാൻഡിലായ പ്രതി ഷിംജിതയുടെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബസ്സിൽ വെച്ച് വീഡിയോ ചിത്രീകരിച്ച ഫോണാണ് കസ്റ്റഡിയിലെടുത്തത്. ഷിംജിത സമൂഹമാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതും ഈ ഫോണിലൂടെയാണ്. പ്രാഥമിക പരിശോധന നടത്തിയ പോലീസ് ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഷിംജിതയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മരിച്ച ദീപകിന്റെ കുടുംബം നൽകിയ പരാതിയിലാണ് നടപടി. നിലവിൽ ഷിംജിത മഞ്ചേരി സബ് ജയിലിലാണ് ഉള്ളത്. കണ്ണൂരിൽ 1.5 വയസ്സുകാരനെ കടലിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം. 1 ലക്ഷം രൂപയും കോടതി വിധിച്ചു. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ശരണ്യയും ആൺ സുഹൃത്തും ഒന്നിച്ച് താമസിക്കാനാണ് കുഞ്ഞിനെ കൊന്നത് എന്നാണ് കേസ്. 2020 ഫെബ്രുവരി 17-നാണ് ശരണ്യ 1.5 വയസ്സുകാരനായ മകൻ വിയാനെ തൈൽ കടൽ തീരത്തെ പാറയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. നാട്ടുകാരും പോലീസും നടത്തിയ തെരച്ചിലിനൊടുവിൽ ശരണ്യയുടെ വീട്ടിൽ നിന്ന് 50 മീറ്റർ അകലെയുള്ള കടൽ ഭിത്തിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. 2020 ഫെബ്രുവരി 17-നാണ് ശരണ്യ 1.5 വയസ്സുകാരനായ മകൻ വിയാനെ തയ്യിൽ കടൽ തീരത്തെ പാറയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയത്. നാട്ടുകാരും പോലീസും നടത്തിയ തെരച്ചിലിനൊടുവിൽ ശരണ്യയുടെ വീട്ടിൽ നിന്നും 50 മീറ്റർ അകലെയുള്ള കടൽ ഭിത്തിയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ പ്രണവിനെതിരെ ശരണ്യയുടെ ബന്ധു പോലീസിൽ പരാതി നൽകി. ശരണ്യക്കെതിരെ പ്രണവും പോലീസിനെ സമീപിച്ചു. ഇതോടെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് ചോദ്യം ചെയ്യലിനൊടുവിലാണ് ശരണ്യയാണ് കൊലയാളിയെന്ന് കണ്ടെത്തിയത്. കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് മകനെ കൊന്നത് എന്നാണ് ശരണ്യ പറഞ്ഞത്. കേസിൽ ശരണ്യയ്ക്ക് ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചത്. ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ ഫൈനുമാണ് കോടതി വിധിച്ചിട്ടുള്ളത്. ആ 1 ലക്ഷം രൂപ ഈ ശരണ്യയുടെ, അതായത് 1-ാം പ്രതിയുടെ ഭർത്താവ് പ്രണവിന് കൊടുക്കാനാണ് കോടതി വിധിയിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. 2-ാം പ്രതിയും ശരണ്യയുടെ കാമുകനുമായിരുന്ന നിതിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു. ഗൂഢാലോചന, കുറ്റകൃത്യം ചെയ്യാനുള്ള സഹായം, പ്രേരണ എന്നീ കുറ്റാരോപണങ്ങൾ തെളിയിക്കാനായില്ല എന്ന് കോടതി കണ്ടെത്തി. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷനും പോലീസിനും വീഴ്ച പറ്റിയെന്നും കോടതി നിരീക്ഷിച്ചു. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് ജഡ്ജി KN പ്രശാന്താണ് ശിക്ഷ വിധിച്ചത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ ഉപയോഗിച്ചാണ് കേസ് തെളിയിച്ചത്. എന്നാൽ 2-ാം പ്രതി നിതിനെതിരെ തെളിവുകൾ ശേഖരിക്കാൻ പോലീസിനായില്ല എന്നും കോടതി വിലയിരുത്തുന്നുണ്ട്. The punishment that is awarded when to a convict is always considered as a medicine to cure the tendency to commit a crime. So the court has found that there is every chance for reformation, so decision is not required. നേരത്തെ ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ശരണ്യയോട് കോടതി ചോദിച്ചപ്പോൾ 27 വയസ്സ് മാത്രമേ ആയുള്ളൂവെന്നും സഹായിക്കാൻ ആരുമില്ല എന്നും മാനസിക പിരിമുറുക്കം ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ ഉണ്ട് എന്നും കോടതി ദയ കാണിക്കണമെന്നും ശരണ്യ പറഞ്ഞിരുന്നു. അതേസമയം സമൂഹ മനസാക്ഷിക്ക് തന്നെ ഏറ്റ ആഘാതം എന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. 3ാമത് ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യാപേക്ഷ വിധി പറയാനായി ഈ മാസം 24-ലേക്ക് മാറ്റി. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി രാഹുലിനുള്ളതെന്ന് പ്രതിഭാഗം വാദിച്ചു. എന്നാൽ പ്രതി തുടർച്ചയായി ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണെന്നും നിലവിൽ 3 കേസുകളും ഉണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം.
രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെയാണെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് ഇരുവർക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ളതെന്നും വിവാഹേതര ബന്ധം രാജ്യത്ത് കുറ്റകരമല്ലെന്നും പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കോടതിയെ ധരിപ്പിച്ചു. രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ചാറ്റ് വിവരങ്ങൾ ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കി. രാഹുലിന്റെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് രാഹുൽ അന്വേഷണത്തോട് സഹകരിച്ചതിന്റെ തെളിവാണ്. പരാതിക്കാരി ഗർഭസ്ഥ ശിശുവിന്റെ DNA ടെസ്റ്റ് നടത്തിയത് രാഹുലുമായുള്ള ബന്ധം തുടരാൻ താൽപ്പര്യമുള്ളതിനാലാണെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. എന്നാൽ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത ഉടൻ തന്നെ അറസ്റ്റ് വിവരം വാക്കാൽ അറിയിച്ചെന്നും പരാതിക്കാരി വിദേശത്തായതിനാൽ സൂം മീറ്റിംഗിലൂടെ ഇരയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടി വന്ന സാഹചര്യവും കോടതിയെ ധരിപ്പിച്ചു. പരാതിക്കാരിയുടെ ഒപ്പ് ഡിജിറ്റലായി രേഖപ്പെടുത്തിയതിനെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചതും ചൂണ്ടിക്കാട്ടി. ഒരു ജനപ്രതിനിധിയോട് കുടുംബ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പറയാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട്. വിവാഹേതര ലൈംഗിക ബന്ധം പ്രത്യേകിച്ചും ജനപ്രതിനിധികൾക്ക് പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല. പ്രതിക്ക് ജാമ്യം നൽകിയാൽ മുഴുവൻ അന്വേഷണത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രതി തുടർച്ചയായി ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളാണെന്നും നിലവിൽ 3 കേസുകളുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ 1 മണിക്കൂർ വീതം സമയമെടുത്ത് വിശദമായി കേട്ട ശേഷമാണ് പത്തനംതിട്ട സെഷൻസ് കോടതി കേസ് വിധി പറയാനായി ഈ മാസം 24-ലേക്ക് മാറ്റിയത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ റിമാൻഡിലാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. കോട്ടയം പുതുപ്പള്ളി റബ്ബർ ബോർഡ് ക്വാർട്ടേഴ്സിൽ നടന്നത് ആസൂത്രിത മോഷണമെന്ന് പോലീസ്. സംഭവത്തിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമായിരിക്കാമെന്ന സാധ്യത മുൻനിർത്തിയാണ് അന്വേഷണം. സമാനമായ മറ്റ് കേസുകളിലെ പ്രതികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. ക്വാർട്ടേഴ്സുകളിൽ CCTVയുടെ അഭാവവും അന്വേഷണത്തിന് വെല്ലുവിളിയാണ്. കോട്ടയം പുതുപ്പള്ളിയിലെ റബ്ബർ ബോർഡ് ആസ്ഥാനത്ത് 2 ക്വാർട്ടേഴ്സുകളിലാണ് തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെ മോഷണം നടന്നത്. ആദ്യ ക്വാർട്ടേഴ്സിൽ നിന്നും 43 പവനും രണ്ടാമത്തെ ക്വാർട്ടേഴ്സിൽ നിന്നും 32 പവനും മോഷണം പോയി. സമീപത്തെ 3 ക്വാർട്ടേഴ്സുകൾ കുത്തിത്തുറക്കാനും ശ്രമം നടന്നിരുന്നു. റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് ഡോക്ടർ രേഖ, ഫാം ഓഫീസർ ജോയ് എടക്കര എന്നിവരുടെ ക്വാർട്ടേഴ്സുകളിലാണ് മോഷണം നടന്നത്. ഗവേഷണ കേന്ദ്രത്തിലെ ഓഫീസ് ജീവനക്കാരിയായ ജയശ്രീ, സെക്യൂരിറ്റി ഓഫീസർ മോഹൻദാസ് എന്നിവരുടെ ക്വാർട്ടേഴ്സുകളിൽ മോഷണ ശ്രമം നടന്നുവെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സിസ്റ്റം ഓപ്പറേറ്ററായ ആലപ്പുഴ സ്വദേശി സന്തോഷിന്റെ ക്വാർട്ടേഴ്സ് കുത്തിത്തുറക്കാനും ശ്രമം നടന്നിരുന്നു. മോഷണക്കേസിൽ ഉത്തരേന്ത്യൻ സംഘത്തെയാണ് പ്രധാനമായും പോലീസ് സംശയിക്കുന്നത്. എന്നാൽ പ്രാദേശിക ബന്ധങ്ങളുള്ളവരെ ചുറ്റിപ്പറ്റിയും അന്വേഷണം നടക്കുന്നുണ്ട്. കോമ്പൗണ്ടിനുള്ളിൽ CCTV ക്യാമറകൾ ഇല്ലാത്തതിനാൽ പ്രദേശത്ത് മറ്റ് സ്ഥലങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു വരികയാണ്. മോഷ്ടാക്കളുടേതെന്ന് സംശയിക്കുന്ന കയ്യുറകൾ പ്രദേശത്തു നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. 100 ഏക്കറോളം വിസ്തൃതിയുള്ള ക്യാമ്പസിനുള്ളിലാണ് സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് മോഷണം നടന്നത്. രാത്രി 12 മണിക്ക് ശേഷമാണ് മോഷണം നടന്നതെന്നാണ് കരുതുന്നത്. ഈ സമയം ക്വാർട്ടേഴ്സുകളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. പലരും നാട്ടിലും മറ്റു പരിപാടികൾക്കുമായി പോയിരിക്കുകയായിരുന്നു. താമസക്കാർ സ്ഥലത്തില്ലെന്ന വിവരം കൃത്യമായി അറിയുന്നവരാകാം മോഷണത്തിന് പിന്നിലെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. സമാന രീതിയിൽ സംസ്ഥാനത്ത് നടന്ന മറ്റ് മോഷണ കേസുകളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ U ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുന്നതിലെ കടുത്ത അവഗണനയിലും വാഗ്ദാന ലംഘനങ്ങളിലും പ്രതിഷേധിച്ച സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക്. അധ്യാപനം ബഹിഷ്കരിക്കുന്നതിനൊപ്പം ഫെബ്രുവരിയിൽ OP ബഹിഷ്കരിക്കാനും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് സമരം വ്യാപിപ്പിക്കാനുമാണ് തീരുമാനം. KGMCTയുടെ നേതൃത്വത്തിലാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക പൂർണ്ണമായി നൽകിയിട്ടും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ കാര്യത്തിൽ സർക്കാർ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് സംഘടന ആരോപിക്കുന്നു. എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും തിരുവനന്തപുരത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിനു മുന്നിലും ധർണ നടത്തി. ശമ്പള കുടിശ്ശിക ഉൾപ്പെടെയുള്ള തങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് KGMCT ആവശ്യപ്പെട്ടു. ശമ്പള കുടിശ്ശികയുടെ കാര്യത്തിലും ഞങ്ങൾക്ക് ലീഗൽ പ്രശ്നങ്ങളും UGC പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. അപ്പോൾ അത് വളരെ ചെറിയൊരു കാലയളവൊന്നും അല്ല, ഏകദേശം 5 വർഷത്തോളമുള്ള കുടിശ്ശികയാണ് കിട്ടാനുള്ളത്. അതായത് 90% കൂടുതൽ മെഡിക്കൽ മേഖലയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും കിട്ടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതും കൃത്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവും. ഫെബ്രുവരി 2-ന് OP ബഹിഷ്കരണത്തിലേക്കും 9 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്കും സമരം വ്യാപിപ്പിക്കും. വർഷങ്ങളായി ഉന്നയിക്കുന്ന ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, അന്യായമായ പെൻഷൻ സീലിംഗ് കേന്ദ്ര നിരക്കിൽ പരിഷ്കരിക്കുക, താൽക്കാലിക കൂട്ട സ്ഥലമാറ്റങ്ങൾ ഒഴിവാക്കുക, പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ അധികൃതർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് ഡോക്ടർമാർ പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
മാരാരിക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ മുണ്ടിനീര് രോഗം സ്ഥിരീകരിച്ചതിനാൽ ഇന്ന് മുതൽ 21 ദിവസം സ്കൂളിന് അവധി നൽകി. ഈ ദിവസങ്ങളിൽ ക്ലാസുകൾ ഓൺലൈനായി നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ നിർവഹിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വിദ്യാലയങ്ങളിൽ മുണ്ടിനീര് പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് സ്വീകരിക്കണമെന്നും കളക്ടർ പറഞ്ഞു. സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മയ്ക്കായി ബേപ്പൂരിൽ നിർമ്മിച്ച സ്മാരക മന്ദിരം ഈ വരുന്ന 24-ന് നാടിന് സമർപ്പിക്കും. ആകാശമിഠായി എന്ന് പേരിട്ടിരിക്കുന്ന മന്ദിരത്തിന്റെ ആദ്യഘട്ടമാണ് പൂർത്തിയായത്. വിനോദസഞ്ചാര വകുപ്പ് അനുവദിച്ച 10.07 കോടി രൂപ ചെലവിട്ട് BC റോഡിൽ പഴയ കമ്മ്യൂണിറ്റി ഹാൾ ഭൂമിയിലാണ് 11,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ബഷീർ സ്മാരകം ഉയർന്നത്. മന്ദിരത്തിന്റെ 2ാം ഘട്ട പ്രവൃത്തിക്ക് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നും പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. എന്നെന്നും നിലനിർത്താൻ സാധിക്കുന്ന നിലയിൽ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യോത്സവ വേദിയായി ഇതിനെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന പ്രധാന കേന്ദ്രമായി മാറ്റാനുള്ള പദ്ധതിയാണ് ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്നത്. അയൽവാസിയായ ഡോക്ടറെ ആക്രമിച്ചെന്ന പേരിൽ നടൻ കൃഷ്ണപ്രസാദിനും BJP കൗൺസിലറായ സഹോദരൻ കൃഷ്ണകുമാറിനുമെതിരെ ചങ്ങനാശ്ശേരി പോലീസ് കേസെടുത്തു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ ശ്രീകുമാറിനാണ് മർദ്ദനമേറ്റത്. മലിനജലം പറമ്പിലേക്ക് ഒഴുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതേസമയം ഡോക്ടറെ മർദ്ദിച്ചിട്ടില്ലെന്നും വാക്ക് തർക്കത്തിനിടെ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തിയത് തടയുകയാണ് ചെയ്തതെന്നുമാണ് കൃഷ്ണപ്രസാദിന്റെ പ്രതികരണം. ഇന്നലെ ഉച്ചയോടെ കൃഷ്ണപ്രസാദിന്റെ വീടിന് സമീപമായിരുന്നു സംഭവം. ഡോക്ടറുടെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു. ഇന്നലെ ഇവിടേക്ക് കൃഷ്ണപ്രസാദും സഹോദരനും എത്തിയപ്പോഴാണ് തർക്കവും കയ്യാങ്കളിയും ഉണ്ടായത്. എന്നാൽ ഓടകളടച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് തർക്കമെന്നും ഡോക്ടറെ മർദ്ദിച്ചിട്ടില്ല എന്നും കൃഷ്ണപ്രസാദ് അറിയിച്ചു. ബംഗ്ലാദേശ് T20 ലോകകപ്പിൽ കളിക്കില്ല. ബംഗ്ലാദേശിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് മാറ്റണമെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ ആവശ്യം ICC അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം. ടൂർണമെന്റിന്റെ ഷെഡ്യൂളിൽ മാറ്റം വരുത്താനാകില്ല എന്ന് ബുധനാഴ്ച ചേർന്ന ICC ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു. 16 അംഗങ്ങളിൽ 14 പേരും വേദി മാറ്റണമെന്ന ബംഗ്ലാദേശിന്റെ അപേക്ഷയ്ക്ക് എതിരെയാണ് യോഗത്തിൽ വോട്ട് ചെയ്തത്. ബംഗ്ലാദേശും പാകിസ്ഥാനും മാത്രമാണ് അനുകൂലമായി വോട്ട് ചെയ്തത്. പങ്കെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം അറിയിക്കാൻ ICC ഇന്നുവരെ BCCക്ക് സമയം അനുവദിച്ചിരുന്നു. ബംഗ്ലാദേശ് പിന്മാറിയാൽ സ്കോട്ട്ലൻഡിനെ ഉൾപ്പെടുത്താനാണ് ICCയുടെ തീരുമാനം. ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് ആതിഥേയത്വം വഹിക്കുന്ന T20 ലോകകപ്പ് ടൂർണമെന്റ് ഫെബ്രുവരി 7 മുതലാണ് ആരംഭിക്കുന്നത്.